അപ്പോൾ എങ്ങനെയാണ് നമ്മളിന്ന് കുറച്ച് സ്വർണം പർച്ചേസ് ചെയ്യാൻ പോയാലോ? സ്വർണം പർച്ചേസിങ് ഒന്നല്ല കേട്ടോ, നമ്മളൊരു ചെറിയൊരു ചെയിൻ നമ്മൾ ഇട്ടിരുന്നത്, അത് റെഗുലർ യൂസിൻ്റെ അമ്മയുടെ ഒരെണ്ണം പൊട്ടി, അത് നമ്മളൊന്ന് മാറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ പർപ്പസ്. ഞാനൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരു 7 കൊല്ലം മുൻപ് സ്വർണത്തിനുണ്ടായിരുന്ന വിലയെ വിട്ടിട്ട് ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഗോൾഡിന് വന്നിട്ടുണ്ട്. സോ നമ്മൾ മറ്റ് പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയാം. ഞാനാളും ജോലിയിൽ കയറിയിട്ട് ഇത്ര നാൾ കൊണ്ടുള്ളൊരു ഗ്രോത്തിനെ കുറിച്ച് ആൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇങ്ങനെ അതിനെക്കുറിച്ച് വളരെയധികം ആലോചിച്ചു. പിന്നെ നമ്മൾ പോയത് നമ്മളെ കല്യാൺ ഹൈപ്പർ മാർട്ടിലാണ്. അവിടെ ചെന്ന് കുറച്ച് ഷോ ഒക്കെ ഇറക്കി. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായാലും അവിടെ നിന്ന് ഒന്ന് സ്റ്റക്കായി പോകില്ല. പിന്നെ അവരുടേതായ കുറേ ഡെക്കോർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ലവ് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ റോബിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതുപോലൊരു ബോക്സ് തന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആരും ഇതുവരെ സർപ്രൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ കുട്ടീസ് പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാക്സിൽ പോയി. ഒരാൾ കോച്ചി പിടിച്ച പോലെയാണ് സ്റ്റൈൽ ചെയ്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ പോയത് വണ്ടി കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് വണ്ടിയിൽ കയറി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു ഭയവും ആൾക്കില്ല കേട്ടോ, 2 പേരും.